ആൾക്കാർ കുറേ ഉണ്ട് ഇൻഷുറൻസിന്റെ വാലിഡിറ്റി നോക്കാണ്ട് എന്താക്കും, വണ്ടി ഓടിക്കും. എന്നിട്ട് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാലാണ് ഇൻഷുറൻസിന്റെ കോപ്പി എടുത്ത് നോക്കുക. അപ്പൊ എന്തുണ്ടാവും? എക്സ്പയർ ആയിട്ടുണ്ടാവും. അപ്പൊ എന്താവൂല, ഇൻഷുറൻസ് റിജക്റ്റ് ആവും. RC വാലിഡ് ആണോ, ഫിറ്റ്നസ് വാലിഡ് ആണോ, ഇൻഷുറൻസ് വാലിഡ് ആണോ, പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോ ഇൻഷുറൻസ് വാലിഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാല് എന്താവൂല, ഇൻഷുറൻസ് റിജക്റ്റ് ആവും, ക്ലെയിം ആവൂല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ചില ആൾക്കാർ റെന്റൽ നമ്പർ പ്ലേറ്റിലോട്ട് വണ്ടികൾ കൺവേർട്ട് ചെയ്തിട്ട് ലൈസൻസ് എടുക്കാതെ, അതായത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിന്റെ ലൈസൻസ് എടുക്കാതെ വണ്ടികൾ റെന്റ് ഔട്ട് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാലും എന്താവൂല, ഇൻഷുറൻസ് ക്ലെയിം ആവൂല. ഇൻഷുറൻസ് ക്ലെയിം ആവണമെന്നുണ്ടെങ്കിൽ റെന്റൽ നമ്പർ പ്ലേറ്റ് വണ്ടികളായി കഴിഞ്ഞാലും നിങ്ങൾ STA ലൈസൻസിൽ ആ വണ്ടികളുടെ നമ്പർ വേണം. അപ്പോഴേ എന്താവുള്ളൂ, ഇൻഷുറൻസ് ക്ലെയിം ആവുള്ളൂ. ലൈസൻസ് വാലിഡ് അല്ലെങ്കിലോ, ലൈസൻസിന്റെ വാലിഡിറ്റി നമുക്ക് മുന്നേക്ക് 20 വർഷം, എനിക്കൊന്ന് ഇപ്പോഴും 20 വർഷമാണ് കൊടുക്കുന്നത്. ആ 20 വർഷം കാരണം ചിലപ്പോൾ രജിസ്റ്റേർഡ് നമ്പർ ഒന്നും RTO ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ റിമൈൻഡർ മെസ്സേജ് ഒന്നും വരില്ല. അപ്പൊ അതും നിങ്ങൾ എന്താക്കണം, ശ്രദ്ധിക്കണം. ഇൻഷുറൻസ് വാലിഡ് ആവൂല ഇൻ കേസ് ലൈസൻസ് എക്സ്പയർ ആണെന്നുണ്ടെങ്കിൽ, അതുകൂടി ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാരണം കൊണ്ട് ആരുടെങ്കിലും ഇൻഷുറൻസ് ക്ലെയിം റിജക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതിന്റെ മെയിൻ പ്രശ്നം വരുന്നത് എവിടെയാ, വണ്ടികള് നമ്മള് കൊണ്ടുപോയി ആരെങ്കിലും നടന്നു പോകുന്ന ആൾക്കാർക്ക് തട്ടി, അല്ലെങ്കിൽ വേറെ വണ്ടിക്കാർക്ക് തട്ടി, ആൾക്ക് തട്ടി, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് ഇൻഷുറൻസ് റിജക്റ്റ് ആയി, എന്തെങ്കിലും കാരണവശാൽ, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ എന്തെങ്കിലും കാരണവശാൽ ആൾക്കൊക്കെ തട്ടി ആള് മരിച്ചൊക്കെ പോയി കഴിഞ്ഞാല് ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ആവും. ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ആയി കഴിഞ്ഞാല് പിന്നെ കോർട്ടിലേക്കാണ് കേസ് പോവുക. കോർട്ടിൽ നിന്ന് ചിലപ്പം അയാൾക്ക് അയാളുടെ കുടുംബക്കാർക്ക് ഇത്ര പൈസ കൊടുക്കണം എന്നൊക്കെ വിധി വരിക. ചിലപ്പോൾ 50 ലക്ഷം, ലക്ഷങ്ങളാണ് വരിക. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾ കുടുങ്ങുക. അപ്പൊ അതുകൊണ്ട് ഇൻഷുറൻസ്, വണ്ടികളുടെ മറ്റുള്ള ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ എക്സ്പയറി ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക.